ഹലോ ഫ്രണ്ട്സ്, CR മീഡിയ ടെക്കിൻ്റെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്ന നമുക്ക് എപ്പോഴും സുപരിചിതമായ ചിക്കൻ്റെ ഒരു വിഭവമായിട്ടാണ്. ചിക്കൻ കുത്തിത്താളി, ഒരു ട്രഡീഷണൽ വിഭവം. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരിചയപ്പെട്ടാലോ? അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ ഞാനെടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കയറുന്നാലോ? അപ്പോൾ ഇവിടെ നമ്മുടെ കുത്തിത്താളിക്ക് വേണ്ട ചേരുവകൾ 1 കിലോ ചിക്കനാണ് നമുക്ക് വേണ്ടത്. 1/2 കിലോ ചെറുള്ളി വേണം, ഒരു 50 ഗ്രാം വെളുത്തുള്ളി, 25 ഗ്രാം ഇഞ്ചി, ഒരു 12 ചുവന്ന മുളക്, 1 ടീസ്പൂണും കുരുമുളകും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 100 ഗ്രാം ഓയിലും, കുറച്ച് കറി ലീവ്സും. ഇത്രയും ചേരുവ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ കുത്തിത്താളിക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ ഇത്രയും ഇത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് ചേരുവ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു മൺചട്ടി എടുത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അപ്പോൾ അതിലിട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കണം നമുക്ക്. അപ്പോൾ ഇത്രയും ഉള്ളിയുള്ളതല്ലേ, അപ്പോൾ 100 ഗ്രാം ഉണ്ടെങ്കിലേ അത് മതിയാവുള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് അതിലേക്ക് ഇട്ടണം. അത് ഏതാണ്ട് മുഴുവൻ അതിലേക്ക് കൊള്ളും. അപ്പോൾ ചതച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ അത് വഴറ്റിയെടുക്കണം. ഇതേപോലെ ആവുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു പകുതി മുരുവായിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം മതി പിന്നെ ഇഞ്ചി ഇടാൻ. ഈ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടി പിടിക്കാതെ നമ്മൾ ഇളക്കി നോക്കണം. അപ്പോൾ ഇത് കരിയാതെ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അത് മുരിച്ചെടുക്കാം. അപ്പോൾ ഈ മുരുവിനേക്കാൾ കൂടുതൽ മുരിഞ്ഞാലും അതിൽ ടേസ്റ്റിന് മാറ്റം വരില്ല, ടേസ്റ്റ് നന്നാവുള്ളൂ. അപ്പോൾ ഇനി ഞാനതിൽ ഇഞ്ചിയും കൂടി ഇടുക. ഇഞ്ചിയും കൂടി ഇടുമ്പോൾ ഇനി നമുക്ക് അടുക്കി പിടിക്കില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇനി മാക്സിമം മുരിച്ചെടുക്കുക. ഇതേപോലെ മാക്സിമം മുരിക്കുക കേട്ടോ. നമുക്ക് അങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കിയെടുത്ത് മൺചട്ടി ആകുമ്പോൾ ചൂടുണ്ട്. പിന്നെ നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള മുളക് നമുക്ക് അതിലേക്ക് ഇടണം. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം മുളക് കൂടുതൽ കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അപ്പോൾ നമ്മുടെ ഈ കറി തീർത്തും സ്പൈസി അല്ല, തീർത്തൊരു ട്രഡീഷണലാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ്റെ മെയിൻ ടേസ്റ്റായിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് കറി ലീവ്സ് കൂടി ഞാൻ ഇട്ട് കൊടുത്തു. കറി ലീവ്സൊക്കെ അവസാനം ഇട്ടാൽ മതി. കാരണം വെച്ചാൽ അത് ഇനി മുരിഞ്ഞ് വരുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ചേരുവകളൊക്കെ മുരിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് മുരിഞ്ഞോളും. അപ്പോൾ കറി ലീവ്സ് നമ്മളിവിടെ അവസാനം ഇടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചിക്കൻ നമുക്ക് കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയെടുത്ത് മിക്സാക്കി. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, അത് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സായതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്തു ഒതുങ്ങി കിട്ടിയിട്ട്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഇത് മതിയാവും. ഏതാണ്ട് ഒരു 1.25 ടീസ്പൂണ് ഉപ്പുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് 1 കിലോ ചിക്കൻ നമുക്ക് ഉപയോഗിച്ചെടുക്കാം. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് ചിക്കനിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ നമുക്ക് വയ്ക്കും. ഇപ്പം ഞാനിതൊന്ന് മൂടി എടുത്തിട്ട് ഇളക്കി നോക്കാം നമുക്ക്. അപ്പോൾ അതിന് ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, ഇതേപോലെ. അപ്പോൾ ചിക്കൻ വേവായിട്ടില്ല, എന്നാലും ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാവൂ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ ഇനിയും വെള്ളം വരും അതിന്. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കണ്ട അതിൽ വെള്ളത്തിൻ്റെ അളവ് ഉണ്ട്. ഇനി നമുക്കത് കുറച്ചിങ്ങനെ ഡ്രൈ ആക്കി തുറന്നിട്ട് കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ വെള്ളം വറ്റി ചിക്കൻ ഏതാണ്ട് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇനി തുറന്ന് വേവിച്ചാൽ മതി. അപ്പോൾ വെള്ളം വലിഞ്ച് ഇനി ഡ്രൈ ആക്കി നമുക്കെടുക്കണം. ഏതാണ്ട് ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. കണ്ടോ, ഇതേപോലെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. കുറച്ച് നേരം കൂടി നമുക്ക് ഒരു 3-4 മിനിറ്റും കൂടി ഇങ്ങനെ നമുക്ക് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞ് ട്രഡീഷണൽ ആയിട്ടുള്ള കുത്തിത്താളി. കറക്റ്റ് കളറാണ്. ഇത് തീർത്തും സ്പൈസി അല്ല കേട്ടോ, നല്ലതൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത്
വെന്ത് കഴിഞ്ഞിട്ട് ഞാനിതൊരു ബബിളിലേക്ക് മാറ്റാം കേട്ടോ. കണ്ടോ, അത് ഒരു വ്യത്യാസം. നമ്മുടെ ഉള്ളി, ചുവന്നുള്ളി, ചതച്ച മുളകിൻ്റെയൊക്കെ രുചി അതിൽ കൂടുതലായിട്ട് നിൽക്കുക. ഇതിൽ മസാലപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് ബബിളിലേക്ക് മാറ്റി. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ നന്നായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.